മനുഷ്യ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രമുഖരുടെയും പേര് വന്നു. കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും എല്ലാവരും തന്നെ നിലമ്പൂർ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു പ്രവർത്തനം നടത്തി. കൊട്ടിക്കലാശത്തിലടക്കം അവർ പങ്കെടുത്തു, ആടി തിമിർത്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രമുഖ മുഖങ്ങളിൽ ഒരാളുടെ മുഖം മാത്രം അന്യം നിന്നു, അതായത് ഇല്ലായിരുന്നു. മറ്റാരുമല്ല, ശശി തരൂർ. എല്ലാ പ്രചരണ വേദികളിലും എത്തുന്നതാണ്. അതായത് ഈ ഒരു കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന പരിപാടികളും പങ്കെടുക്കുന്നു. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് എത്താറുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ അത്രയും ജനകീയനായിട്ട് കാണുന്നത് എല്ലാവരും. ശശി തരൂർ എന്തുകൊണ്ട് ഈ നിലമ്പൂർ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിന് എത്തിയില്ല എന്നുള്ളൊരു ചോദ്യം അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. ഇതിനകത്ത് തന്നെ പലതരം അഭ്യൂഹങ്ങളുണ്ട്. അതിനകത്ത് ശശി തരൂർ ഇതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നുവെന്നും പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിനൊരു എന്തോ ഒരു താല്പര്യമില്ലായ്മയുണ്ടെന്നും ശശി തരൂർ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വരാമെന്ന് പറഞ്ഞിട്ടും അതിനകത്ത് കാര്യമായിട്ട് ഇടപെടൽ നടത്താൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളൊരു പരക്കൊരു ആക്ഷേപമുണ്ട്. മാത്രമല്ല, ശശി തരൂരിനെ കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ മൈലേജ് ആയിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വം വഹിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കയ്യടി നേടിയ ശശി തരൂരിനെ അത്രയധികം ആളുകൾ ഇപ്പോൾ സ്വീകാര്യനായിട്ടാണ് കാണുന്നത്. ആ ഒരു പബ്ലിക് ഇമേജുമായിട്ട് ആ ഒരു ഇമേജുമായിട്ട് വരുന്ന ശശി തരൂരിന് എന്തുകൊണ്ടും കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ടും പിടിവാശി കൊണ്ടാണോ അതോ ഹൈക്കമാൻഡിന്റെ എതിർപ്പ് കൊണ്ടാണോ എന്തോ പേര് നിലമ്പൂരിലെ പ്രചരണം നടത്തുന്നവരുടെ പേരിലെ ലിസ്റ്റിൽ പോലും ശശി തരൂർ ഇല്ലായിരുന്നു. എന്നിട്ടും ശശി തരൂർ പറഞ്ഞു വേണമെങ്കിൽ വരാമെന്നുള്ള രീതിയിൽ ഒരു ഇത് പറഞ്ഞെങ്കിലും ആരും അതിനകത്ത് കൈക്കൊണ്ടില്ല. ആര്യാടൻ ഷൗക്കത്തുമായിട്ടും വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ശശി തരൂർ. എന്നിട്ട് പോലും അവിടെയും ഇപ്പോൾ ഷൗക്കത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് ഉണ്ടായില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും ശശി തരൂർ നിലമ്പൂരിന് വേണ്ടി അങ്ങനെ സജീവമാകുന്നതും കണ്ടില്ല. ഇതെല്ലാം തന്നെയാണ് നമ്മൾ കോൺഗ്രസിന്റെ പോരായ്മയായിട്ട് ഈ നിലമ്പൂർ ഇലക്ഷനിൽ പോലും നമ്മൾ കാണുന്നത്. ശശി തരൂർ എന്ന ഒരാൾ എത്രത്തോളം സ്വീകാര്യനാണെന്ന് നമുക്ക് ഈ ഒരു മാസത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കിയതാണ്. എന്നിട്ടും അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നിടത്താണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. മനുഷ്യ തീർച്ചയായിട്ടും നോക്കൂ, നാളെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. എല്ലാ പ്രാഥമികമായ കാര്യങ്ങളും ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം വോട്ടേഴ്സാണുള്ളത്. അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന നിശബ്ദ പ്രചാരണമാണ്. എന്തായാലും ശശി തരൂർ ഫാക്ടർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് അവിടെ ഗ്രൗണ്ട് ലെവലിൽ സപ്പോർട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ലാസ്റ്റ് മിനിറ്റ്സിൽ എന്തായാലും അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാമായിരിക്കാം, അറിയില്ല. നമ്മളാരും അതിൻ്റെ ജനഹിതം നിർണ്ണയിക്കാൻ ഉള്ള ആളൊന്നുമില്ല. പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഒരു മൈലേജ് വളരെ കൂട്ടിയേനെ. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം സൗത്തിലേക്ക് വരുന്ന സമയത്ത് മോദി ഗവൺമെൻറ് വന്നാൽ, അത് മോദി വന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ BJPക്ക് വോട്ട് കിട്ടുന്ന ഒരു സ്പേസ് അല്ല സൗത്ത് എന്ന് പറയുന്നത്. പക്ഷെ കേന്ദ്രത്തിൽ മോദി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള കേരളത്തിലെ ജനത ചിന്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അവർക്ക് ഇഷ്ടമുള്ള മുന്നണിയും കേന്ദ്രത്തിൽ മോദിയാണെങ്കിൽ ഒരു ദേശസുരക്ഷയൊക്കെ പ്രദാനം ചെയ്യപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അതിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിച്ചാൽ നിർണായക ഘടകമായിരുന്നു ശശി തരൂരും അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഓൾ പാർട്ടി ഡെലിഗേഷനുമെല്ലാം. ഇപ്പോൾ ട്രംപിൻ്റെ വിഷയത്തിനകത്തൊക്കെ അടക്കം ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാകിസ്ഥാനുമായി ട്രംപ് സംസാരിക്കാൻ പോകുന്നു, അസീം മുനീർ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓരോ രാഷ്ട്രങ്ങളുടെയും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോയി സംസാരിച്ച ശശി തരൂരിനെ അവരുടെ ഒരു നേട്ടമായി കൊണ്ടുവന്നാണ് ഇപ്പം BJP അതിനെ സുഖകരമായി ഏറ്റെടുത്തു. തിരിച്ചു വരുന്നു, ശശി തരൂർ ഞങ്ങളുടെ ആളെന്ന രീതിയിൽ തന്നെ BJP ട്രീറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പല ചുമതലകളും അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഖാർഗെ അടക്കമുള്ള എല്ലാവരും വിഷയത്തിൽ നിശബ്ദരാവുകയാണ്. നിശബ്ദരായി കഴിഞ്ഞാൽ ശശി തരൂരിനെ എന്തെങ്കിലും എതിർത്താൽ അത് കോൺഗ്രസിനെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ശശി തരൂർ ഫാക്ടർ നിലമ്പൂർ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു VIP മണ്ഡലം എന്ന രീതിയിലേക്ക് പരിണമിക്കാമായിരുന്നു. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനോട് വളരെ അടുപ്പമുള്ള ചേർത്ത് പറയുകയുണ്ടായി. ആര്യാടൻ ഷൗക്കത്തിനോട് വളരെ അടുപ്പമുള്ള സംസാരിക്കുന്ന വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളിൽ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന വ്യക്തി കൂടിയാണ് ശശി തരൂർ. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പം ഇന്ത്യൻ പറഞ്ഞനുസരിച്ച് റഷ്യയിലേക്ക് പോകുന്നു, ഫ്രഞ്ച് പ്രതിനിധിയുമായിട്ട് തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. അതായത് ഒരു ഇന്റർനാഷണൽ അപ്പീലിൽ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് എന്ന രീതിയിലേക്ക് ശശി തരൂർ അദ്ദേഹത്തിന് എസ്കലേറ്റ് ചെയ്തു. അദ്ദേഹം ഓൾറെഡി ആയിരുന്നു. കോൺഗ്രസിന്റെ ഈ വട്ടം കൂടിയ രാഷ്ട്രീയത്തിനിടയ്ക്ക് പെട്ടുപോയതുകൊണ്ട് പോയ ഒരവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് തന്നെയാണ് പറയുന്നത്. അതായത് കോൺഗ്രസിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, തങ്ങളുടെ ഒരു MP മാത്രമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ
ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ലെവല് മാറി, അദ്ദേഹം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതായത് ഹൈക്കമാൻഡിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ തനിക്ക് അർഹിച്ച കാര്യങ്ങളൊന്നും തരില്ല എന്നറിയാം. മാത്രമല്ല ശശി തരൂരിന് തൻ്റെതായ ഒരു കാര്യങ്ങളിൽ സ്വയം വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റുന്ന പണികളെല്ലാം തന്നെ തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇനി തിരുവനന്തപുരത്ത് ഫ്രഞ്ച് പ്രതിനിധി വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുന്നു, കാര്യങ്ങൾ ഏകോപിപ്പിക്കാനെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുമായിട്ടാണ് അധികം ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോസ്കോയിലെ സന്ദർശനം. അതിനകത്ത് പുടിൻ അടക്കമുള്ളവരുമായിട്ട് ചേർന്ന് ആ വേദിയാണ് പങ്കിടാൻ പോകുന്നത് ശശി തരൂർ. ഒന്ന് ആലോചിച്ചു, കേരളത്തിലെ നേതാക്കൾ എവിടെ കിടക്കുന്നു, ലോകത്തിന് ഞാൻ കേരളത്തിലെ നേതാക്കളെ കുറ്റം പറയുന്നില്ല, എന്നാൽ പോലും കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വാഹനത്തിൽ പ്രചരണത്തിന് കയറുന്നത് പോലെ അല്ല, ഒരു ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണവ ഭീമനായ റഷ്യയുടെ ഇപ്പോൾ അധിപനായ ഇതുപോലെ തന്നെ പുടിൻ ഇരിക്കുന്ന അതേ വേദിയിൽ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ കിട്ടുന്ന ഒരു അവസരം അതുകൂടി നടക്കാൻ പോയത്. അതായത് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ശശി തരൂർ പോകാൻ പോകുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകാം ശശി തരൂർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യയിലെ സാധാരണക്കാരും ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതായത് BJP എന്ന രാഷ്ട്രീയ കക്ഷി എന്ന് അതിനെ നമ്മൾ മാറ്റിക്കാണ്. നേരത്തെ മനുജ പറയുന്നത് വ്യക്തമായിരുന്നു അതിനകത്ത്. അതായത് നമ്മുടെ കാവലാളായിട്ട് BJP സർക്കാർ, നരേന്ദ്രമോദി എന്ന ആൾക്ക് നമ്മൾ പൂർണ്ണ വിശ്വാസമുണ്ട്. അതേസമയം നമ്മുടെ രാഷ്ട്രീയം ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെയും നോക്കുന്നവർക്ക് ശശി തരൂരിന്റെ നിലപാട് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ BJP എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സാധാരണ നിഷ്പക്ഷരായ വോട്ടർമാരുണ്ട്. നമ്മൾ നിലമ്പൂരിൽ കണ്ടതും അതാണ്. അവിടെ ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടി നിൽക്കുന്നില്ല, അഭിപ്രായമില്ലാത്തവരാണ് അതിലും അധികവും ഉള്ളത്. അതിൽ നിന്ന് വ്യക്തമാണ് എന്തും രാഷ്ട്രീയമാക്കും. അതുകൊണ്ട് തന്നെ ശശി തരൂർ അവിടെ വന്നിരുന്നെങ്കിൽ അതൊരു പ്രസക്തി ആകുമായിരുന്നു. അതാണ് കോൺഗ്രസിന്റെ ബുദ്ധിശൂന്യത കൊണ്ട് നടന്നത്. ഇപ്പോൾ ശശി തരൂരിനെ പോലെ ഒരാളെ കിട്ടിയിട്ട് അവർ എന്തുകൊണ്ടത് നേരെ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരുപാട് പേർക്ക് അതിശയം നൽകുന്ന ഒരു കാര്യം തന്നെയാണത്.